നമസ്തേ. വാൽമീകി രാമായണം ബാലകാണ്ഡം തുടരുന്നു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇനി 46-ാം സർഗമാണ്. ഷഡ്ചത്വാരിംശ സർഗ. ഇന്ദ്രകൃത ദിതി ഗർഭശ്ചേദ. ഇന്ദ്രൻ ദിതിയുടെ ഗർഭത്തെ ഛേദിക്കുന്നത്. ഹതേഷു തേഷു പുത്രേഷു ദിതി പരമദുഃഖിതാ മാരീചം കാശ്യപം രാമഭർത്താരമിതമബ്രവീദ ഹതപുത്രാസ്മി ഭഗവംസ്തവ പുത്രൈർമഹാബലൈഃ ശക്രഹന്താരമിച്ഛാമി പുത്രം ദീർഘതപോർജിതം സാഹം തപശ്ചരിഷ്യാമി ഗർഭം മേ ദാതുമർഹസി ബലവന്തം മഹേശ്വാസം സ്ഥിതിജ്ഞം സമദർശിനം ഈദൃശം ശക്രഹന്താരം ത്വമനുജ്ഞാതുമർഹസി. തസ്യാസ്തദ്വചനം ശ്രുത്വാ മാരീചകാശ്യപസ്തദാ പ്രത്യുവാച മഹാതേജാദിതിം പരമദുഃഖിതാം ഏവം ഭവതു ഭദ്രം തേ ശുചിർഭവതബോധനേ ജനയിഷ്യസി പുത്രം ത്വം ശക്രഹന്താരമാഹവേ പൂർണേ വർഷസഹസ്രേ തു ശുചിര്യതി ഭവിഷ്യസി പുത്രം ത്രൈലോക്യഭർത്താരം മത്വസ്തം ജനയിഷ്യസി. ഏവമുക്ത്വാ മഹാതേജാ പാണിനാ സമമാർജതാം താമാലിഭ്യ തദ സ്വസ്തീത്യുക്ത്വാ തപസേയയൗ. ഹേ രാമ, ദിതിദേവിയായവൾ തൻ്റെ പുത്രന്മാർ കൊല്ലപ്പെട്ടാറെ ഏറ്റവും ദുഃഖം പൂണ്ടവളായി ഭർത്താവായ മരീചിപുത്രനായ കശ്യപ പ്രജാപതിയോടായി ഇങ്ങനെ വരു ചെയ്തു. അല്ലയോ ഭഗവാനെ, അതിബലശാലികളായ അവിടുത്തെ പുത്രന്മാരാൽ തന്നെ മക്കൾ നശിച്ചവളായി ഞാൻ ഭവിച്ചിരിക്കുന്നു. ഏറെക്കാലത്തെ തപസ്സുകൊണ്ട് ലഭിക്കാവുന്നവനും ശക്രനെ വധിക്കത്തക്കവനും ആയ ഒരു പുത്രനെ ഞാൻ പ്രസവിപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്രകാരം ആഗ്രഹമുള്ളവളായ ഞാൻ തപസ്സു ചെയ്യാം. എനിക്ക് ഗർഭം പ്രദാനം ചെയ്യാൻ കഴിഞ്ഞാലും ബലവാനായി മഹാവില്ലാളിയായി നിലയറിഞ്ഞവനായി ശരിയായ ആലോചനയുള്ളവനായ ഇപ്രകാരമുള്ള ഇന്ദ്രഹന്താവിനെ നിന്തിരുവടി അനുഗ്രഹിച്ചരുളുവാൻ കനിയണമേ. അപ്പോൾ മഹാതേജസ്വിയും മരീചിപുത്രനുമായ കശ്യപ പ്രജാപതി അവളുടെ ആ വാക്യത്തെ കേട്ട് അതിദുഃഖിതയായ ദിതിയോടായി ഇങ്ങനെ മറുപടി അരുളി ചെയ്തു. തപസ്സിനെ ധനമായി കൈക്കൊണ്ടവളെ, അപ്രകാരം തന്നെ ആകട്ടെ. ഭൗതിക ക്ഷേമം ഉണ്ടാകും. നീ യുദ്ധത്തിൽ ഇന്ദ്രനെ കൊല്ലത്തക്കവനായ പുത്രനെ പ്രസവിക്കും. ശുചിയായി വർത്തിച്ചാലും 1000 വത്സരം തികയും വരെ ദോഷരഹിതയായി തന്നെ നീ വർത്തിക്കുമെങ്കിൽ നീ എങ്കിൽ നിന്ന് ത്രൈലോക്യത്തെയും ഭരിക്കുന്നവനായി പുത്രനെ പ്രസവിക്കും. ആ മഹാതേജസ്വി ഇങ്ങനെ അരുൾ ചെയ്ത ശേഷം അവളെ കൈകൊണ്ട് തലോടി. അവളെ അപ്രകാരം തലോടിയ ശേഷം പിന്നെ നന്മയുണ്ടാകട്ടെ എന്ന് അരുൾ ചെയ്ത അദ്ദേഹം തപസ്സിനായി പോയി കടന്നു. ഗതേ തസ്മിന്നരശ്രേഷ്ഠ ദിതി പരമഹർഷിതാ കുശപ്ലവനമാസാദ്യ തപസ്തേവേ സുദാരുണം തപസ്തസ്യാം ഹി കുർവന്ത്യാം പരിചര്യാം ചകാരഃ സഹസ്രാക്ഷോ നരശ്രേഷ്ഠ പരയാ ഗുണസമ്പദാ അഗ്നിം കുശാൻ കാഷ്ടമപ ഫലം മൂലം തഥൈവ ച ന്യവേദയത് സഹസ്രാക്ഷോ യച്ചാന്യദവികാംക്ഷിതം ഗാത്രസംവഹനൈശ്ചൈവ ശ്രമാപനയനൈസ്തഥാ ശക്രസർവേഷു കാലേഷു ദിതിം പരിചചാരഃ. അഥ വർഷസഹസ്രേ തു ദശോനേ രഘുനന്ദന ദിതി പരമസംപ്രീതാ സഹസ്രാഷ്ടമഥാബ്രവീദ യാജിതേന സുരശ്രേഷ്ഠ പിത്രാ തവ മഹാത്മനാ വരോ വർഷസഹസ്രാന്തേ മമ ദത്തസുതം പ്രതി തപസ്തരന്ത്യാ വർഷാണി ദശവീര്യവദാംബര അവശിഷ്ടാനി ഭദ്രം തേ പ്രാതരം ദ്രക്ഷ്യസേ തദാ തമഹം ത്വത്കൃതേ പുത്രം സമാധാസ്യേ ജയോത്സുകം ത്രൈലോക്യ വിജയം പുത്രം സഹ പോഷ്യസി വിജ്വര. ഹേ പുരുഷോത്തമ, അദ്ദേഹം പോയാറെ ദിതിദേവി അതിസന്തുഷ്ടയായി കുശപ്ലവനത്തെ പ്രാപിച്ച് അതിഘോരമായ തപസ് ചെയ്തു.
അവൾ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹേ നരോത്തമ, സഹസ്രാക്ഷനായ ഇന്ദ്രൻ അത്യന്തം വണക്കം മുതലായ ഗുണവിശേഷങ്ങളോട് കൂടിയവനായി അവൾക്ക് പരിചാരക വൃത്തി ചെയ്തുകൊണ്ടിരുന്നു. ദേവേന്ദ്രൻ തീയും ദർഭപ്പുല്ലുകളും വിറകും വെള്ളവും കനികളും അപ്രകാരം തന്നെ കിഴങ്ങുകളും വേറെ ആവശ്യപ്പെട്ടുള്ളത് യാതൊന്നോ അതും കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഇതുകൂടാതെ ഇന്ദ്രൻ ദേഹത്തെ തലോടുക മുതലായ കൃത്യങ്ങളാലും ക്ഷീണം പോക്കുന്ന ഉപചാരങ്ങളാലും ദിതിദേവിക്ക് എല്ലാ സമയങ്ങളിലും ദാസ്യവൃത്തി ചെയ്തുകൊണ്ടിരുന്നു. ഹേ രഘുനന്ദന, 10 കൊല്ലങ്ങൾ കുറവായി 1000 കൊല്ലങ്ങൾ കഴിഞ്ഞാറെ ദിതിദേവിയും ഏറ്റവും സന്തോഷം പൂണ്ടവളായി ഇന്ദ്രനോടായി ഇപ്രകാരം അരുൾ ചെയ്തു. ദേവരാജ, ഒരു പുത്രനെ ഉദ്ദേശിച്ച് എന്നാൽ പ്രാർത്ഥിക്കപ്പെട്ട മഹാത്മാവായ നിന്റെ പിതാവിനാൽ 1000 കൊല്ലങ്ങൾ പൂർത്തിയായ ശേഷം പ്രാർത്ഥനയുടെ ഫലപൂർത്തി ഉണ്ടാകുമെന്ന വരം എനിക്കായി നൽകപ്പെട്ടു. അല്ലയോ വീര്യവാന്മാരിൽ വെച്ച ഉത്തമനായവനെ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. ബാക്കിയുള്ള 10 കൊല്ലങ്ങൾ കൂടി തപസ് ചെയ്യുന്നവളായെങ്കിൽ നിന്ന് അതിനുശേഷം ആ അനുജനെ നിനക്ക് കാണാറാകും. ജയത്തിൽ തന്നെ നോട്ടമുള്ള ആ പുത്രനെ നിനക്ക് വേണ്ടി തന്നെ ഞാൻ അർപ്പിക്കുവാൻ പോകുന്നു. ത്രൈലോക്യങ്ങളെ ജയിപ്പാൻ കഴിവുള്ള ആ പുത്രനെ വിചാരം വിട്ട് ഒത്തുചേർന്ന് നീ സുഖിക്കുമാറാകും. ഏവമുക്ത്വാദിതി ശക്രം പ്രാപ്തേ മധ്യം ദിവാകരേ നിദ്രയാപഹൃതാ ദേവി പാദൗ കൃത്വാധ ശീർഷത ദൃഷ്ട്വാ താമശുചിം സക്ര പാദയോ കൃതമൂർധജാം ശിരസ്ഥാനേ കൃതൗ പാദൗ ജഹാസ ച മുമോദജ തസ്യാ ശരീരവിവരം പ്രവിവേശ പുരന്ദര ഗർഭം ച സപ്തധാ രാമചിച്ഛേദ പരമാത്മവാൻ വിദ്യമാനസ്തതോ ഗർഭോ വജ്രേണ ശതപർവണാരുരോധ സുസ്വരം രാമ തതോ ദിതിരബുദ്ധ്യത മാരുതോ മാരുതശ്ചേതി ഗർഭം ശക്രോഭ്യഭാഷത വിഭേദ ച മഹാതേജാരുദന്തമവിവാസവ ന ഹന്ത്യവ്യോ ന ഹന്തവ്യ ഇത്യേവം ദിതിരബ്രവീത് നിഷ്പപാദ തത ശക്രോ മാതുർവചന ഗൗരവാത് പ്രാജ്ഞലിർവജ്രസഹിത ദിതിം ശക്രോഭ്യഭാഷത അശുചിർദേവി സുപ്താസി പാദയോ കൃതമൂർധജാ തദന്തരമഹം ലബ്ധ്വാ ശക്രഹന്താരമാഹവേ അഭിന്ദം സപ്തധാ ദേവി തന്മേ ത്വം ക്ഷന്തുമർഹസി. ഇപ്രകാരം ദിതിദേവി ഇന്ദ്രനോടായി വര ചെയ്ത ശേഷം സൂര്യൻ ആകാശമധ്യത്തിലെത്തിയ ഉടനെ ഉറക്കത്താൽ കാലടികൾ തലയിൽ മുട്ടുമാറു വെച്ചുകൊണ്ട് ബോധഹീനയായി തീർന്നു. തലമേൽ കാലുകളെ വയ്ക്കപ്പെട്ടതിനെയും കാലുകളിൽ തലമുടി വീണു കിടക്കുന്നതിനെയും അശുചിയായിരിക്കുന്ന അവളെയും കണ്ട് ദേവേന്ദ്രൻ പരിഹാസം പൂണ്ടു, ആനന്ദം ഉൾക്കൊണ്ടു. ഹേ രാമ, അതിധൈര്യശാലിയായ ഇന്ദ്രൻ അവളുടെ ശരീരത്തിനകത്ത് കടന്നു ചെന്ന് ഗർഭത്തെയും 7 മുറിച്ചു കളഞ്ഞു. ഹേ രാമ, 100 മുനകളാർന്ന വജ്രായുധത്താൽ പിളർക്കപ്പെട്ട സമയം ഉടനെ ഗർഭത്തിലുള്ള ശിശു നല്ല ഒച്ചയോടെ കരഞ്ഞു. അതിനാൽ ദിതിദേവിയും ഉറക്കമുണർന്ന് ഇന്ദ്രൻ കരയായിക എന്നും ഗർഭശിശുവോടായി ഉര ചെയ്തു. എങ്കിലും അതികഠിന ഹൃദയനായ ആ ഇന്ദ്രൻ കരഞ്ഞുകൊണ്ടിരിക്കവേ തന്നെ അതിനെയും ഛേദിച്ചു. ദിതിദേവി കൊല്ലപ്പെടരുത് എന്നിങ്ങനെ അരുളി ചെയ്തു. ഉടനെ ഇന്ദ്രൻ മാതാവിൻ്റെ വാക്കിനുള്ള ബഹുമാനത്താൽ പുറത്തേക്ക് കുതിച്ചു ചാടി. ഇന്ദ്രൻ വജ്രായുധത്തോടു കൂടിയവനായി അഞ്ജലി കൂപ്പിക്കൊണ്ട് ദിതിദേവിയോടായി ഇങ്ങനെ ഉര ചെയ്തു. ദേവി പാദങ്ങളിൽ തലമുടി വെച്ചുകൊണ്ട് അതിനാൽ ശുദ്ധിയേറ്റവളായി അവിടുന്ന് ഉറങ്ങി. ആ അവസരത്തെ ഞാൻ കൈക്കൊണ്ട്, അല്ലയോ ദേവി, പോരിൽ ഇന്ദ്രനെ വെല്ലുവാനുള്ള ശിശുവിനെ 7 ഞാൻ മുറിച്ചു കളഞ്ഞു. എൻ്റെ ആ കൃത്യത്തെ ക്ഷമിച്ചരളയണമേ. ഇത്യാർഷെ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യ ബാലകാണ്ഡേ षट्चत्वारिंशत् सर्ग 46 സർഗം സമാപ്തം.